ഇതിൽ കയറുമോ നോക്കാം. സ്ട്രൈക്ക്. യെസ്. സ്ട്രൈക്ക്. യെസ്. ആ സ്ട്രൈക്ക്. യെസ്. അപ്പോൾ അടുത്ത വരാം അല്ലേ? അപ്പോൾ അതെ. ആ സ്ട്രൈക്ക്. യെസ്. ആടി ആടി. ആ സ്ട്രൈക്ക്. ഓടിച്ച് ഇത് കണ്ടു. ഓടി നല്ല കീടിലൊരു സാധനം എന്തി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്നത്തെ കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു, എന്നാലും ആ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇന്ന് മീനടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ എത്തിയത് 2 മിനിറ്റ് മേടിച്ച വരാല കേട്ടോ. ഞങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞ് കാസ്റ്റ് ചെയ്തതാണ്, ക്യാമറ എടുക്കേണ്ടെന്ന് ഓർത്തതാണ്. അപ്പോൾ അത് ഇവനടിക്കണം നമുക്കിപ്പോൾ കിട്ടി കേട്ടോ. പക്ഷേ ഫസ്റ്റ് അടിച്ച മീൻ്റെ ഇത് അതിന് മുന്നേ അടിച്ചാൽ ചെറുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളത് യൂസ് ചെയ്യുന്ന ഫ്രോഗ് ബ്രാവോഡ കോമ കേട്ടോ. ബ്രാവോഡ കോമയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കേട്ടോ അടിച്ചത്. നമുക്ക് അവിടെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ അടിച്ച് ഓടാ. സ്ട്രൈക്ക്. ചെറുതാട്ടോ. ആ പോയില്ലാടാ. എന്ത് കണ്ടോ, ചെറിയൊരു വരലടിച്ചു ചേട്ടാ. ഈ ചെളിക്കാതെ വീണിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാണുന്ന പോലെയല്ല കേട്ടോ. ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. എടുക്കാൻ പറ്റുമോ നോക്കാം. എൻ്റെ അമ്മ ഇത് നോക്കി, ഇത് നോക്കി. ചെറിയ വരാല പക്ഷേ ഓടെ ഇവിടെ. അയ്യോ എൻ്റെ അമ്മ, പെട്ട് 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 ഇങ്ങോട്ട് പോയാൽ പോയി. ആളുണ്ടോ അവിടെ? അതിൽ നിന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. എൻ്റെ ഐസിട്ട് ആ കുഴപ്പമില്ല. ഓടാ പോയടാ. നോക്കി അവിടെ നിന്ന് കിട്ടുമോ നോക്കി. ഒരു വരാലടിച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടോ. പിടിച്ച് കരക്കിട്ട വരാൽ വീണ്ടും വെള്ളത്തിൽ പോയി. എൻ്റെ കാലം മൊത്തം ചെളിയായി. നോക്കട്ടെ കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ അടിപൊളിയായിട്ട് നീന്തി നടക്കാനത് ഇതിൽ വന്ന് എടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിടിക്കാം. യെസ്. വരാലിനെ കിട്ടിയ അവസ്ഥ. നമുക്ക് വീണ്ടും മതിയ കാശിയിലോട്ട് പോകാം. ഓക്കെ, ഫ്രോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരാൽ പിടിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഫ്രോഗ് കേട്ടോ. എത്ര ചെറിയ വരാലുള്ള ഇതിൽ കയറിക്കോളൂ. എൻ്റെ അടിപൊളി സ്പിന്നറൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കൂടെ നല്ല ആക്ഷനിൽ വരും. ഇവിടെ ഇത് പറയാം അടിക്കും. ഇവിടെ വീതിയുള്ള സ്ഥലം നോക്കി ചാടും, എല്ലാ ചെളിയിലോട്ട് വീഴും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ച് ഇത്ര കേട്ടോ. അപ്പോൾ നമ്മളടുത്ത കാസ്റ്റിങ്ങിലോട്ട് പോകണം. എന്തായാലും വെയിലൊക്കെ മാറി മേഘമൊക്കെ ചെറുതായിട്ട് മൂടി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാസ്റ്റിങ്ങിലോട്ട് പോകണേ. അവിടെ നിന്ന് കേട്ടോ മീൻ അടിച്ചത്. ഒന്നുകൂടെ കാസ്റ്റി നോക്കാം. ആ അവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. റോഗിനെന്തോ ആ ഇവിടെ ഒരു ചെറിയൊരു സാധനം കയറിക്കണം.
അടിച്ച് ഓടാ പോയടാ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മീനായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം മിസ്സായിട്ടുണ്ട്. അവൻ കുറേ നേരമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് തന്നെ ഇപ്പം 3 വരയിൽ അടിച്ച് കയറ്റി കേട്ടോ. അത് റെഡിയാക്കണം. പക്ഷേ കുഴപ്പമില്ല സൈസായിരുന്നു. ഹുക്ക് കയറിയല്ലേ. ഇനിയിപ്പോൾ അവൻ അടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിൽപ്പുണ്ടല്ലോടാ. സ്ട്രൈക്ക്. യെസ്. അപ്പം അടുത്ത് വരാം അല്ലേ. അപ്പോൾ അതെ ബ്രാവോടെ കോമൂല് അടുത്ത മീൻ. ഇത് കണ്ടോ പിടിച്ചേടാ. ആണോ എവിടെ? ഇപ്പോൾ ഇവിടെ ചൂണ്ടക്കാർ കൂടാൻ ചാൻസ് ഉണ്ട്. ദേ അപ്പോൾ നമുക്ക് അടിച്ചത് അടുത്ത മീൻ കേട്ടോ. ഇതായി ഫ്രോ ഇരിക്കുന്നുണ്ടോ. നല്ല ഹുക്കപ്പ് ഉണ്ട് കേട്ടോ. പഠിച്ച ഫ്രോ ബ്രാവോടെ കോമ കേട്ടോ. നമ്മളിനെ നമ്മുടെ കൊല്ലിക്കകത്താക്കുവാണ്. അപ്പോൾ അതേ അവൻ്റെ കുക്കറും വേണം കേട്ടോ. മെഴുകി കളഞ്ഞല്ലേ. ഇവിടുന്ന് കിട്ടി വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് കേട്ടോ. ഇവിടുന്ന് കിട്ടിയൊക്കെ നല്ല സൈസ് വരാറാണ്. എന്തായാലും ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഇതേ നെറ്റൊക്കെ കെട്ടിയിട്ടേക്കുവാണ്. ഇതുണ്ടത് വരാലോട്ടോ പോയത്. നമുക്കൊന്ന് ഓപ്പണിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. അടിച്ചാലോ. അയ്യോ അതിനാടാ ആ ഫ്രോഗിനോടൊന്ന് മീനാണോ പോയത്? അയ്യോ ഇതുണ്ടോ ഒരാളെ അവിടെ കിടന്ന് മാറിയുന്ന ഓപ്പണി. പക്ഷെ ഓപ്പൺ എറിഞ്ഞിട്ട് സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ അപ്പുറത്ത് എറിഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുമെന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ചൂണ്ടയിൽ അത്രയും പോകത്തില്ല. ഇതുണ്ട് നമ്മുടെ ഒരു പഴയ റീല കേട്ടോ. നമ്മുടെ റീലിൻ്റെ സർവീസിന് കൊടുത്തേക്കുവാണ്. നമ്മുടെ വീട്ടിൽ കിടന്നത് ഒരു ഡൈവേയുടെ റീല കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കണം. ഇതിൻ്റെ റിവേഴ്സൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഇടയ്ക്ക് റിവേഴ്സ് കംപ്ലൈൻ്റ് ആയി പോവും. ഇടയ്ക്ക് റിവേഴ്സ് പോകും കേട്ടോ. നല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ട് നടക്കുന്നത്. എന്തായാലും നല്ല ഭാഗ്യമുള്ള റീല കേട്ടോ. നമ്മളിത് എടുത്തപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല മീനും കിട്ടിയിട്ടുണ്ട് ഇതിൽ. ഇന്നൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് മിസ്സായി. ഇതിൽ കയറുമോ നോക്കാം. സ്ട്രൈക്ക്. യെസ്. ഓടാ ശേ മീൻ മിസ്സായി കേട്ടോ. ശേ അടിപൊളി ഒരു വരാലായിരുന്നു കേട്ടോ. ചേട്ടാ നമ്മുടെ ഫ്രോ നോക്കിയത് ഹുക്ക് വളഞ്ഞാടാ അതിൻ്റെ. സ്ട്രൈക്ക് ഓടിച്ച്. അപ്പോൾ അതെ ചെറുതാടാ ബ്രാവോടെ കോമൂൽ അടുത്ത മീൻ.
ആ കുഴപ്പമില്ല കേട്ടോ, നേരത്തെ അടിച്ച കളി വലുതാണ്. അപ്പോൾ ബ്രാവോടെ കോമൂല് ഇത് കണ്ടോ, എന്തേ കണ്ണി കൂടെ തുളച്ച് കയറി കേട്ടോ. നല്ല ഹുക്കായിട്ടുണ്ട്. ഇത് അടിച്ച മീൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ അപ്പോൾ നമ്മൾ ഇവനെന്തേ നേരെ കൊല്ലിക്കത്താക്കണം. മുരിക്കണം. നല്ല പല്ലുണ്ട് കേട്ടോ. കഴിഞ്ഞവൻ ഇത്രയും പല്ലില്ലായിരുന്നു. നല്ല കീടിലും കൂർത്ത് നിൽക്കണം പല്ല് കേട്ടോ. ആ ഇവിടെ കയറിയിരുന്നത് അടിപൊളി. അപ്പോൾ നമ്മുടെ അടുത്ത മീന്തി അങ്ങനെ നേരെ നമ്മുടെ കൊല്ലിക്കത്താക്കണം. നമ്മുടെ ഫ്രോഗ് ഇതേ. അയ്യോ സ്ട്രൈക്ക്. അയ്യോ അടിപൊളി സ്ട്രൈക്കായിരുന്നു, പക്ഷെ കൊണ്ടില്ല കേട്ടോ അടി. പക്ഷേ വെയിറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇതുകൊണ്ടോ ഫ്രോഗ് ഹുക്ക് ഫ്രോഗിന് റബ്ബറിനുള്ളിലോട്ട് കയറിപ്പോയി. നമ്മൾ ഒത്തിരി നാളായിട്ടോ ഈ ഫ്രോഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം മീൻ ഹുക്കാവുന്നുണ്ടോ? ആണോടെ നിൽപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ അടിക്കുവാൻ ഇപ്പം തന്നെ. അയ്യടാ ഉപ്പ് കൊണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ഇനി. ഇതുണ്ടോ നടക്കണം നോക്കുന്നുണ്ടോ? ഓ അതുണ്ടടാ, അവനടിച്ചത് നിങ്ങൾ അടിക്കാത്തതിന്. എറിഞ്ഞ് നമ്മുടെ ഫ്രോഗ് നീ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫോമ് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുവാണ്. കുറേ നേരം ഇതിട്ട് എറിഞ്ഞത് ചിലപ്പോൾ ഫ്രോഗ് മാറ്റി ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോത്തിൻ്റെ കളറും വ്യത്യാസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടുന്ന ബ്ലാക്ക് ആട്ടോ ഇടുന്നത്. അത്യാവശ്യം റിസൾട്ടുള്ള ഫ്രോഗ് തന്നെ കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. ഓ ഇതേടാ ചെറിയൊരു സ്ട്രൈക്ക്. ഓ ഇത് അവിടെ മീൻ ഇപ്പോൾ ഉണ്ടായിരുന്നേ. ആ പറഞ്ഞോ, അപ്പറേ പോടെ. അടിച്ച് ഓടാ പറസയിലും മീനുണ്ട്. ചെറിയ വരലാന്ന് തോന്നുന്നു. ഓപ്പണിൽ നിന്ന് ആയി തടി കേട്ടോ, പക്ഷെ കയറിയില്ല. ഇവിടെ നിറച്ച് പായൽ കിടക്കുന്നുണ്ട്. മീൻ ഒത്തിരി ഇതിൻ്റെ അടിയിൽ കാണും മിക്കവാറും.
ഓടുന്നുണ്ടല്ലേ? നൈസായിട്ട് തീ വെള്ളത്തിന് അവിടെ എല്ലാം കിട്ടും. അതോടെ എൻ്റെ അമ്മോ, എൻ്റെ പൊന്നെ, വരാലിനെ കണ്ടോ? സോയിസൊരു സാധനം കേട്ടോ. എൻ്റെ പൊന്നെ, നിനക്ക് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും. സാധനം എൻ്റെ ഏരിയയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ നിൽപ്പുണ്ടോ? നമ്മൾ വന്ന സമയത്ത് നമ്മളെ ഇറങ്ങി അവിടെ നിന്നൊരു വരാൽ ഓടിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അടിക്കുമോ നോക്കട്ടെ. അവിടെ ഉണ്ടെങ്കിൽ അടിക്കും. എടുത്ത് കണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇത് ഇവിടെ ഒരു മീൻ നിൽപ്പുണ്ട്, പക്ഷെ അടിക്കുന്നില്ല. ഇത് കണ്ടോ? അതെ, ഒരു മീൻ ചത്ത് പൊങ്ങി കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ? അതെ, ഒരു മീൻ ചത്ത് പൊങ്ങി കിടക്കുന്നുണ്ടോ? എന്നാടാ? കുറുവേ? ചെമ്പല്ലിയല്ലേടാ? പരലാണോ? എൻ്റെ പൊന്നെ, ക്യാമറ ആണല്ലേ? ഇത് കണ്ടോ? ചത്ത് കിടക്കുന്ന മീനാട്ടോ. കുറുവ ഞാൻ തോന്നുന്നു കേട്ടോ, നല്ല സൈസ് ഒരു കുറുവ. അതെ, എൻ്റെ പൊന്നെ, ഇതുണ്ടോ? അവനെ മീൻ കൊത്തി ഒരു സൈഡൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ? ഓടി നല്ല കീടിലിനൊരു സാധനം. എന്തി വലിപ്പം കണ്ടോ എൻ്റെ? ഇത് കണ്ടോ? എൻ്റെ കൈപ്പത്തികൾ വലിപ്പമുണ്ട് കേട്ടോ. അടിപൊളി ഒരു കുറുവ. നമ്മളത് ഇങ്ങനെ കരക്കെടുത്തിട്ടുണ്ട്. ഓ എൻ്റെ അമ്മ, പേടിച്ചു പോയി. ചെമ്പല്ലിയായിരുന്നു. ചെമ്പല്ലിയല്ലേ ഇത്? വരാലാണോ? സ്പിന്നർ കണ്ടിട്ട് ഓടി വന്നതായിരിക്കും മിക്കവാറും. ആടി അപ്പതേ പ്രതീക്ഷിച്ചില്ല. ബ്രാവോടെ കോമൂലടുത്ത മീൻ കേട്ടോ. കാൽച്ചോട്ടി നീറി അടിച്ച്. ഇതേ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട്. ഇതാണ് നമുക്കടിച്ച മീനെ. കിടക്കാതടാ. അപ്പോൾ അതെ അടുത്ത മീൻ ഇതാണ് കേട്ടോ നമുക്കടിച്ച മീൻ. ഓക്കെ, നമ്മളെന്തായാലും ഹുക്ക് റിമൂവ് ചെയ്യണം. ഒരു ഗ്രിപ്പർ വാങ്ങണമല്ലേ? ഗ്രിപ്പറില്ലാത്ത നല്ല കുറവുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഹുക്ക് റിമൂവ് എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ബ്രാവോടെ കോമോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കാസ്റ്റിങ്ങിലോട്ട് പോകാം കേട്ടോ. അതെ, നമുക്കിന്ന് അടിച്ച മീനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ഈ കൊല്ലി കിടക്കുന്ന മീൻ മൊത്തം ഇന്ന് അടിച്ച കേട്ടോ. മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ? 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 നല്ല സൈസ് വരാതെ കേട്ടോ. ഇതെല്ലാം ഇന്നടിച്ച മീനുകളാണേ. ഇത് അടിച്ചേക്കുന്ന ഫ്രോഗ് നമ്മുടെ ബ്രാവോടെ കോമോലാട്ടോ അടിച്ചേക്കണം. അപ്പോൾ
ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണേ. അതിന് മുന്നേട്ട് നമുക്ക് കിട്ടിയ മീനൊക്കെ ഇല്ലേ, നമ്മൾ കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കാൻ പോകട്ടോ. നമുക്കിപ്പോൾ എത്ര രൂപ ഇന്ന് കിട്ടുമെന്ന് നോക്കാം. ഇല്ലൊന്നുമില്ല, വരലല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ മീനൊക്കെ നമ്മളിത് ഇന്ന് കൊണ്ട് കൊടുക്കാനും പോയിട്ടുണ്ട്. നമുക്കൊരു 750 രൂപ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലോടൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.